വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് കൈരളി ന്യൂസ് പുറത്തുവിട്ടതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ തട്ടിപ്പുകളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്ന നിയമന തട്ടിപ്പിൽ സ്ഥിരീകരണവുമായി പണം നൽകിയ KK ബിജു രംഗത്ത് വന്നു. ഭാര്യയുടെ നിയമനത്തിനായി 4 ലക്ഷം നൽകിയതായി ബിജു കൈരളി വാർത്തയോട് പറഞ്ഞു. IC ബാലകൃഷ്ണൻ MLA വീട്ടിൽ ചെന്ന് നിരന്തരം ബഹളമുണ്ടാക്കിയപ്പോഴാണ് പണം തിരികെ ലഭിച്ചതെന്നും ബിജു പറഞ്ഞു. അതേസമയം പണമിടപാടുകളിൽ ബത്തേരി പോലീസ് 2 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. IC ബാലകൃഷ്ണൻ MLAയ്ക്ക് വേണ്ടി നിരവധി പണമിടപാടുകൾ നടത്തിയെന്ന വിവരങ്ങളിലൊന്നിലാണ് ആത്മഹത്യാക്കുറിപ്പിൽ KK ബിജുവിൽ നിന്നും പണം വാങ്ങിയ കാര്യം NM വിജയൻ എഴുതിയിരിക്കുന്നത്. നൂൽപ്പുഴ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മധു സെബാസ്റ്റ്യൻ വാങ്ങിയ തുക തിരിച്ചു നൽകുന്നതിന് വേണ്ടിയും DCCക്ക് വേണ്ടിയും 7 ലക്ഷം അർബൻ ബാങ്ക് നിയമനങ്ങളുടെ പേരിൽ വാങ്ങി എന്നാണ് കുറിപ്പിലുള്ളത്. എന്നാൽ നിയമനം വിവാദമായപ്പോൾ നടപടി നിലച്ചു. പണം നൽകിയവരിൽ ഒരാളായിരുന്ന നൂൽപ്പുഴ സ്വദേശി KK ബിജു 4 ലക്ഷം തിരികെ ആവശ്യപ്പെട്ട് നിരന്തരം പ്രശ്നങ്ങളുണ്ടാക്കിയപ്പോൾ വിവിധ ഘട്ടങ്ങളിലായി പണം തിരികെ നൽകി. ഇക്കാര്യമാണ് കത്തിൽ പറയുന്നത്. ഇക്കാര്യം ബിജു സ്ഥിരീകരിച്ചു. IC ബാലകൃഷ്ണന്റെ വീട്ടിൽ ചെന്ന് ബഹളമുണ്ടാക്കേണ്ടി വന്നിട്ടുണ്ടെന്നും നിരന്തരം പ്രശ്നങ്ങൾക്കൊടുവിലാണ് പണം തിരികെ ലഭിച്ചതെന്നും ബിജു പറഞ്ഞു. അന്നത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഈ പൈസകൾ മുഴുവൻ വാങ്ങിയിട്ടുള്ളത്. അന്ന് NM വിജയേട്ടൻ DCC ജില്ലാ ട്രഷറാണ്. NM വിജയേട്ടൻ ജില്ലാ ട്രഷറാണെന്ന്. KL പൗലോസ് അന്ന് DCC പ്രസിഡൻ്റാണ്. പക്ഷെ ഞാൻ ചോദിച്ചു, ഒരു രേഖയും തരാത്തപ്പോൾ ഈ പൈസയ്ക്ക് എന്താണെന്ന് ചോദിച്ചപ്പോൾ ജില്ലാ ഘടകം അറിഞ്ഞുകൊണ്ടാണ് മേടിക്കുന്നത്, ഞാൻ സ്വന്തമായിട്ടല്ല പൈസ മേടിക്കുന്നതാണ് അന്നത്തെ ജില്ലാ ട്രഷറായിരുന്ന NM വിജയേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അതേസമയം നിയമനക്കോഴയിൽ 2 FIR ബത്തേരി പോലീസ് രജിസ്റ്റർ ചെയ്തു. താളൂർ സ്വദേശി പത്രോസ്, പുൽപ്പള്ളി സ്വദേശി സായൂജ് എന്നിവരുടെ പരാതിയിലാണ് കേസ്. വഞ്ചനാ കുറ്റത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. സായൂജിന്റെ പരാതിയിൽ മണ്ണിൽ സക്കറിയ, ജോർജ് കുര്യൻ എന്നിവരാണ് പ്രതികൾ. UK പ്രേമൻ, CT ചന്ദ്രൻ, മണ്ണിൽ സക്കറിയ, ജോർജ് കുര്യൻ, NM വിജയൻ എന്നിവരാണ് പത്രോസിന്റെ പരാതിയിൽ പ്രതികൾ. കോൺഗ്രസ് നേതാക്കൾക്കായി നടന്ന സാമ്പത്തിക ഇടപാടുകളുടെ ഇടനിലക്കാരായിരുന്നു ഇവർ. കൈരളി ന്യൂസ്, വയനാട്.